ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഓം. ശ്രീമൻ നാരായണീയം ദശകം 33 നവമസ്കന്ധം തുടങ്ങുന്നു. അംബരീഷിൻ്റെ ചരിതം നേരിട്ട് പറയുകയാണ്. ഓം വൈവസ്വതാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്ര സുതോംബരീഷ സപ്താർണവാവൃതമഹീദയിതോഭിരേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്നമനാ സദൈവാം. വൈവസ്വതൻ എന്ന് പ്രശസ്തിയുള്ള മനുവിൻ്റെ പുത്രനായിട്ടുള്ള നഭാഗൻ എന്ന രാജാവിൻ്റെ നഭാഗന് പുത്രനായിട്ടുള്ള നാഭാഗൻ എന്ന പേരുള്ള നാഭാഗൻ എന്ന പേരുള്ളതായിട്ടുള്ള നരേന്ദ്രൻ രാജാവിൻ്റെ പുത്രനായിട്ടുള്ള നരേന്ദ്രൻ സുരൻ എന്ന് പറഞ്ഞാൽ ദേവനാണ്, ദേവതുല്യനായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. രാജാവിൻ്റെ പുത്രനായിട്ടുള്ള അംബരീഷൻ എന്ന പേരായിട്ടുള്ള സപ്താർണവ ആവൃത മഹീദയിത അഭി, സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട, അർണവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം, 7 സമുദ്രം, സപ്ത അർണവം 7 സമുദ്രത്താൽ ചുറ്റപ്പെട്ടതായിട്ടുള്ള ചുറ്റപ്പെട്ട മഹീദയിത, ഭൂമിയുടെ ഭർത്താവായിട്ടുള്ള എങ്കിലും അഭി എന്ന് പറഞ്ഞാൽ എങ്കിലും ഭർത്താവാണ് എങ്കിലും എന്ന് വെച്ചാൽ ഭൂമിയെ മുഴുവൻ ഭരിക്കുന്നു എങ്കിലും സദായേവ എല്ലാ സമയത്തും ത്വൽസംഗിഷു അങ്ങയുടെ ഭക്തന്മാരിലും ത്വയീച്ച അങ്ങിലും മഗ്നമനാഹ മുഴുകിയതായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് രേമേ നന്നായിട്ട് ജീവിച്ചു, സുഖിച്ച് ജീവിച്ചു, സന്തോഷിച്ചു എന്ന് സാരം. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും സന്തുഷ്ടരാവണം എന്നുള്ളതാണ്. പ്രവൃത്തി ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യരുതെന്നാണ്. അതൊരു വലിയ പാഠമാണ്. ഇവിടെ ത്യാഗം എന്ന നിലയ്ക്കാണ് അംബരീഷിനെ പറ്റി പറയുക. പരമഭക്തനാണ്, ഇതിലൊന്നിലും ആസക്തിയില്ല. ഇത് ഭഗവാൻ തന്നു, അത് ഭഗവാൻ തന്നെ നോക്കിക്കോളും എന്ന് മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. സർവം സമർപ്പിതനായതുകൊണ്ട് ഭഗവാൻ തന്നെ സുദർശന ചക്രത്തെ പറഞ്ഞയച്ചു ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ഭരിക്കാനായിട്ട്. അങ്ങനെയുള്ള അംബരീഷൻ ഈ ഭൂമി മുഴുവൻ ഭരിക്കുകയാണ്. ഭൂമി മുഴുവൻ ഭരിക്കുക എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് മറ്റേ അതിർത്തി, അപ്പം സമുദ്രവും അതിൽപ്പെട്ടതാ. എന്നിട്ടും ആ അംബരീഷന് ഇതിലത്തെ സുഖങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടക്കും. പക്ഷെ അതൊന്നും താല്പര്യമില്ല. ഭഗവത് സേവ, ഭഗവത് പരിചര്യ, ഭഗവാന് വേണ്ടിയിട്ട് സ്വശരീരത്തെ സമർപ്പിക്കുക, ത്രിവിധ കർമ്മങ്ങളെ സമർപ്പിക്കുക, മനസ്സാ വചസാ കർമ്മണ. അത് പരമ്പര പറഞ്ഞുകൊണ്ടാണ് പറയണത്. വൈവസ്വതൻ എന്ന മനുവിൻ്റെ പുത്രനായിട്ടുള്ള നാഭാഗൻ എന്ന രാജാവിൻ്റെ പുത്രനായിട്ടുള്ള അംബരീഷൻ. ഇപ്പോൾ ഒരു ചെറിയൊരു കഥയും കൂടി ഉണ്ട് സ്വതേ. എന്താ വെച്ചാൽ ഈ നഭാഗൻ്റെ ആ രാജാവിൻ്റെ മക്കൾ 5 പേര്. അതിൽ ഒടുക്കത്തെ ആൾ നാഭാഗൻ. ആ നാഭാഗൻ പഠിക്കാൻ പോയ സമയത്ത് ഏട്ടന്മാർ 4 കൂടിയിട്ട് ഭൂമിയെ മുഴുവൻ ഭാഗം വെച്ചെടുത്തു. അപ്പോൾ ഈ നാഭാഗന് സ്വതേ ഭൂമി ഒന്നും കിട്ടിയില്ല. അപ്പോൾ അച്ഛനോട് സങ്കടം പറഞ്ഞു. എനിക്ക് ഭാഗം എന്താ വെച്ചെന്നാ ചോദിച്ചപ്പോൾ ഏട്ടന്മാരോട് ചോദിക്കുകയെന്ന് പറഞ്ഞു. ഏട്ടന്മാർ നിനക്ക് അച്ഛനെയാണ് ഭാഗം വെച്ചെന്നു പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് ഏട്ടന്മാർ നിന്നെ കളിപ്പിച്ചതാ. നീ ഒരു കാര്യം ചെയ്തോ, അവിടെ അങ്കിരസ് മഹർഷിമാർ യാഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് യാഗത്തിലെ ചില മന്ത്രങ്ങൾ തോന്നണില്ല. അതവിടെ ചെന്നിട്ട് പറഞ്ഞു കൊടുത്തോളൂ. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ തരും, ആ തരുന്നത് സ്വീകരിച്ചോളൂ, അത് മതിയാവും എന്നും പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ യാഗത്തിൽ ആ മന്ത്രം തോന്നണില്ല അവർക്ക്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു. അവർ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് യാഗം കഴിഞ്ഞപ്പോൾ ബാക്കി വന്നത് മുഴുവനെ ഈ നാഭാഗന് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴാണ്
കറുത്തിട്ട് ഒരാൾ വരിക. ഇതെൻ്റെ ആണല്ലോ, ഇതെന്താ വാരിക്കൂട്ടണത് ചോദിച്ചു. അല്ല, ഇതെനിക്ക് ഋഷിമാർ തന്നതാണ് എന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് അച്ഛനോട് ചോദിച്ചു വരൂ എന്ന് പറഞ്ഞു. ഋഷിമാരോട് ചോദിക്കുമെന്നോ അല്ലെങ്കിൽ ഈ യാഗ യജമാനോട് ചോദിക്കുമെന്നല്ല പറഞ്ഞതേ, അച്ഛനോട് ചോദിക്കുമെന്നാണ് പറഞ്ഞത് കറുത്തയാൾ. ഉണ്ണിക്കും സംശയം തോന്നിയില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞുള്ള സമയമാണ്, നല്ല വിനയമുണ്ട്, നല്ല വിദ്യയുണ്ട്. അപ്പോൾ അച്ഛനോട് വന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ വന്നു, കറുത്തയാളാണ്, അച്ഛനോട് ചോദിക്കാനാണ് പറഞ്ഞത്. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യോ ഉണ്ണി, എനിക്കത് ഓർമ്മ ഉണ്ടായില്ല. അല്ല, ഈ അച്ഛനോട് അറിഞ്ഞിട്ടില്ല, യാഗത്തിൻ്റെ ബാക്കി മുഴുവനെ കൊടുത്തു എന്നുള്ളത് അച്ഛനറിയില്ല. അപ്പോൾ നീ ഭാഗ്യവാനാണ്, നിന്റെ വിദ്യ പൂർണ്ണമായിരിക്കണം. നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വന്നത് മഹാദേവനാണ്. വേഗം ചെന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് നമസ്കരിക്കൂ, അനുഗ്രഹം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഈ നാഭാഗൻ നേരെ അവിടെ ചെന്നു, ശിവനെ നമസ്കരിച്ചു. ഓ നമഃ ശിവായ. വളരെ സന്തോഷമായി. അച്ഛൻ പറഞ്ഞു കേട്ടോ, ഇത് എൻ്റെ അല്ല, അങ്ങടെയാണ്, എടുത്തോളൂ. പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അവിടുന്ന് പോരാൻ നിൽക്കുകയാണ്. അപ്പം മഹാദേവൻ പറഞ്ഞു, നീയും അച്ഛനും ഒരേപോലെ സാത്വിക ഭാവത്തിൽ വിദ്യ പൂർണ്ണമായിട്ട് നേടിയുള്ളവരാണ്. അതുകൊണ്ട് ഈ യാഗബാക്കി എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല, അങ്ങെടുത്തോളൂ. പിന്നെ ത്രികാലജ്ഞാനം ഉൾപ്പെടെയുള്ള സകല അറിവുകൾക്ക് ഉടമയാവട്ടെ എന്നും അനുഗ്രഹിച്ചു. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഈ യാഗബാക്കി മാത്രം കിട്ടിയ മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഭരിച്ചതായിട്ടുള്ള നാഭാഗൻ്റെ വംശപരമ്പരയിലാണ് ഈ അംബരീഷൻ. ആ അംബരീഷന് സപ്തസമുദ്രങ്ങളും അതിർത്തിയായും കൊണ്ട് ഭൂമി മുഴുവൻ സ്വന്തമായി. അപ്പോൾ അംബരീഷൻ്റെ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ വല്യച്ഛന്മാർ ഭരിച്ചിട്ടുള്ള ആ വല്യച്ഛന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും അവരുടെ പരമ്പരയ്ക്ക് എന്തോ പ്രശ്നം പറ്റി, അത് അംബരീഷനിലേക്ക് വന്നു ചേർന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭക്തനായിട്ട് ജീവിക്കാൻ സാധിച്ചു അംബരീഷന്. മഹാദേവൻ്റെ അനുഗ്രഹമുണ്ട്, ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ആ അംബരീഷൻ ഈ ഭൂമിയുടെ ഭർത്താവാണ് എങ്കിലും സദാസമയത്തും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ജീവിച്ചു എന്ന് ആമുഖം. അവിടെ ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് അർപ്പിതമായിട്ട് എന്ന് ഭാഗവതം പ്രത്യേകമായിട്ടും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഭരിക്കാൻ വേണ്ടിയിട്ട് അംബരീഷനല്ല ഭരിക്കുന്നത്. തസ്മാത് അതാത് ഹരിഹി ചക്രം പ്രത്യനീക ഭയാവഹം ഏകാന്ത ഭക്തിയോഗേന പ്രീതോ ഭീത അഭിരക്ഷണം. ഏകാന്ത ഭക്തിയോഗം കൊണ്ട്, അചഞ്ചലമായിട്ടുള്ള ഭക്തി കൊണ്ട് ഈ ഭഗവാൻ സന്തോഷിച്ചത് കൊണ്ട് ആ അംബരീഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കാലചക്രം തന്നെയായിട്ടുള്ള സുദർശന ചക്രം ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ അംബരീഷനെ രക്ഷിക്കാനായിട്ട് അവിടെ വന്നു, രാജ്യം ഭരിച്ചു. ഇത് ഭാഗവതം. വൈവസ്വതാഖ്യ മനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃതമഹീദയിതോപിരേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്നമന സദൈവ. വൈവസ്വതാഖ്യ മനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതഃ അംബരീഷഃ സപ്താർണവ ആവൃത മഹീദയിതഃ അപി രേമേ ത്വൽ സംഗിഷു ത്വയി ച മഗ്നമനാഃ സദൈവ എന്ന പദച്ഛേദം. വൈവസ്വതാഖ്യ മനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതഃ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. നരേന്ദ്രസുതഃ അംബരീഷഃ സപ്താർണവ ആവൃത മഹീദയിതഃ അപി സദാ ഏവ ത്വൽ സംഗിഷു ത്വയി ച മഗ്നമനാഃ രേമേ. ഇത് അന്വയം. വൈവസ്വത മനുവിൻ്റെ പുത്രനായിട്ടുള്ള നഭാഗൻ്റെ പുത്രനായിട്ടുള്ള നാഭാഗൻ എന്ന രാജാവിൻ്റെ പുത്രനായിട്ടുള്ള അംബരീഷൻ സപ്തസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതായിട്ടുള്ള ഭൂമിയുടെ ഭരണകർത്താവാണ് എങ്കിലും സദാസമയത്തും ഭഗവത് ഭക്തന്മാരിലും ഭഗവാനിലും ഭക്തിയോട് കൂടിയിട്ട് മനസ്സ് അതിൽ മാത്രം ഒഴുകിയപ്പോൾ വളരെ സുഖമായിട്ട് തന്നെ ജീവിക്കുകയാണ് ഉണ്ടായത്. വൈരാഗ്യത്തോടു കൂടിയിട്ട് രാജാവായിട്ട് അതിഗംഭീരമായിട്ട് സുഖിച്ചു എന്നല്ല.
കിട്ടിയ സന്തോഷം മുഴുവനെ വൈരാഗ്യത്തോട് കൂടിയിട്ട് എതിരിച്ഛാ ലാഭതുഷ്ടിയോട് കൂടിയിട്ട് ജീവിച്ചു എന്നതാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകം. തുൽപ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്ത്യൈവ ദേവ നചിരാദഭൃതാ പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാരസഹസ്രധാരം. ഹേ ദേവ, തുൽപ്രീതയേ സകലം ഏവ വിതന്വതഃ അസ്യ. തുൽപ്രീതയെ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് സകലമേവ എല്ലാ കർമ്മങ്ങളും വിതന്വതഃ ചെയ്യുന്ന, അതാണ് ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് പ്രീത്യർത്ഥമായി. അതാണ് സകലമേവ വിതന്വതഃ അസ്യ ഈ അംബരീഷന്റെ ഭക്തിയായേവ ഭക്തി കൊണ്ട് തന്നെ ന ചിരാത് വളരെ വേഗം പ്രസാദം അഭൃതാഹ പ്രസാദത്തെ ലഭിച്ചു ഭരിച്ചു. ഏന അസ്യ യാചനം ഹൃദേ അഭി ഈ ഭഗവാന്റെ പ്രസാദം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അപേക്ഷ കൂടാതെ തന്നെ അഭിരക്ഷണാർത്ഥം ഭവാൻ സഹസ്രധാരം ചക്രം പ്രവിതതാര. ഭഗവാൻ ഈ സുദർശന ചക്രം സഹസ്രധാരം 1000 മുനകളുള്ളതായിട്ടുള്ള സുദർശന ചക്രത്തെ ബ്രാഹ്മണ വേഷത്തിൽ പറഞ്ഞയച്ചു എന്നുള്ളതാണ്. ഇവിടെ പ്രവിതതാര നന്നായിട്ട് തന്നെ കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണ്. വിതരണം ചെയ്തു, വിതതാര വിതരണം ചെയ്തു, പ്രവിതതാര പ്രഹർഷേണ സന്തോഷത്തോടു കൂടിയിട്ട് വിതരണം ചെയ്തു. ഹേ ദേവ ത്വൽ പ്രീതയെ സകലം ഏവ വിതന്വതഃ അസ്യ ഭക്തിയാ ഏവ ന ചിരാത് പ്രസാദം അഭൃതാഃ യേന അസ്യ യാചനം ഹൃദേ അഭി അഭിരക്ഷണാർത്ഥം ഭവാൻ സഹസ്രധാരം ചക്രം പ്രവിതതാര. അന്വയം. ത്വൽപ്രീതയെ സകലം ഏവ വിതന്വതഃ അസ്യ ഭക്തിയാ ഏവ ദേവ ന ചിരാത് അഭൃതാഃ പ്രസാദം യേന അസ്യ യാചനം ഹൃദേ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം എന്ന് പദച്ഛേദം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് എല്ലാതരം കർമ്മങ്ങളും മനസാവചസ കർമ്മണ അത് ഭഗവത് ഉന്മുഖമാക്കി ചെയ്തതുകൊണ്ട് ഈ അംബരീഷന്റെ ആ കേവല ഭക്തി കൊണ്ട് മാത്രം വളരെ വേഗം തന്നെ ഭഗവാന്റെ പ്രസാദത്തെ ലഭിക്കാൻ സാധിച്ചു. ഈ പ്രസാദം കൊണ്ട് ഭഗവാനോട് അപേക്ഷിച്ചിട്ടല്ല, അല്ലാണ്ട് തന്നെ അംബരീഷന്റെ രക്ഷയ്ക്കായിട്ട് ഈ സുദർശന ചക്രത്തെ ഒരു ബ്രാഹ്മണ വേഷത്തിൽ പറഞ്ഞയച്ചു. അത് ഭാഗവതത്തിലാണ് പറയണത്. എങ്കിലും ഭരണം നടത്തിയിരുന്നത് ഈ സുദർശന ചക്രമാണ്. ത്വൽപ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്ത്യൈവ ദേവ നചിരാദഭൃതാ പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം. സ്വദ്വാദശീ വ്രതമഥോ ഭവദർച്ചനാർത്ഥം വർഷം ദധൗ മധുവനെ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതിം വിതന്നൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടിം. അഥ ഭവദർച്ചനാർത്ഥം, അതിനുശേഷം ഭഗവാന്റെ അർച്ചന ചെയ്യുക, ഭഗവാനെ അർച്ചന ചെയ്യുക. അത് എപ്പോഴും ചെയ്യണ്ട ഇല്ല എന്നല്ല, പ്രത്യേക വിധി പ്രകാരം എന്നുള്ള അർത്ഥത്തിലാണ്. സഹ യമുനോപകണ്ഠേ മധുവനെ, അവിടെ ഭഗവാൻ യമുനയുടെ തീരത്തിലുള്ള യമുന ഉപകണ്ഠേ, ഇത് തൊട്ടടുത്തെന്നുള്ള അർത്ഥമല്ലോ, കണ്ഠം എന്ന് വെച്ചാൽ കഴുത്ത് എന്നുള്ളത്, അങ്ങനെ ഒരു സ്ഥലത്ത് മധുവനം എന്നു പേരുള്ള ഭഗവാൻ നിത്യ സാന്നിധ്യമുള്ളതായിട്ടുള്ള ആ പ്രദേശത്ത് യമുനാ തീരത്ത് സുമനസ വളരെ ശുദ്ധമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് പത്നിയാസമം പത്നിയുടെ ഒപ്പം ദ്വിജേഷു ബ്രാഹ്മണന്മാർക്ക് പ്രത്യേകമായിട്ട് പൂജാതി കാര്യങ്ങളാണ് ദാനാദി കാര്യങ്ങളാണ് ചെയ്ത് മഹതിയും പൂജ അതിശ്രേഷ്ഠമായിട്ടുള്ള പൂജകളെ ചെയ്ത് വിതന്നൻ നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് സാരം. വിധാനം ചെയ്തു, നന്നായിട്ട് തന്നെ ചെയ്തു. പശു 60 കോടിയും 60 കോടി പശുക്കളെ പശുദാനമായിട്ട് ചെയ്തു. വിസൃജൻ ദാനം ചെയ്തു, എന്നിട്ടോ വിതരണം ചെയ്തു. ദ്വാദശി വ്രതം, എന്നിട്ട് ഈ ഏകാദശി വ്രതമാണ് ഏകാദശി നോക്കുക, അതിൻ്റെ ദ്വാദശി പാരണയ്ക്കാണ് പ്രാധാന്യം, അതുകൊണ്ട് ദ്വാദശി വ്രതം. വർഷം ദധൗ, അങ്ങനെ ഒരു വർഷത്തേക്ക്. അപ്പോൾ 56 26 ഏകാദശി വരുമെന്നാണ് പറയുക. 26 ദ്വാദശി നോറ്റു എന്നതാണ്. അപ്പോൾ യമുനാ തീരത്ത് വളരെ ഭക്തിയോട് കൂടിയിട്ട് അംബരീഷ രാജാവും പത്നിയും കൂടിയിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള എല്ലാ ഏകാദശിയും നോറ്റു. അവിടെ 2 പക്ഷമുണ്ട്.
വെളുത്ത പക്ഷത്തിലെ ഏകാദശി മാത്രമേ നോറ്റുള്ളൂ, ദ്വാദശി പാരണ വീടി എന്നും. 2 ഏകാദശി, ഒരു മാസത്തിൽ 2 ഏകാദശിയാണല്ലോ വരിക, വെളുത്ത പക്ഷത്തിലെ ഏകാദശിയും കറുത്ത പക്ഷത്തിലെ ഏകാദശിയും. അപ്പോൾ 12, 12, 24 എന്നുള്ളത് 26 വരെ വരും. ചിലപ്പോൾ 25, ചിലപ്പോൾ 26. എന്തായാലും നമുക്ക് 26 എടുക്കാം. 26 പേരിലുള്ള ദ്വാദശി ഉണ്ട്, 26 പേരിലുള്ള ഏകാദശി ഉണ്ട്. അപ്പോൾ ഈ ഏകാദശി മുഴുവൻ കാട്ടിലിരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് താനും ഭാര്യയും കൂട്ടിയിട്ട് നോറ്റു എന്ന് പറയുകയാണ്. സ്വദ്വാദശീവ്രതം അഥ ഭവത് അർച്ചനാർത്ഥം വർഷം ദധൗ മധുവനെ യമുന ഉപകണ്ഠേ പത്ന്യാസമം സുമനസ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശു ഷഷ്ടികോടിം. പദച്ഛേദം. അന്വയം. അഥ ഭവദർച്ചനാർത്ഥം സഹ യമുനോപകണ്ഠേ മധുവനെ സുമനസ പത്ന്യാസമം ദ്വിജേഷു മഹതീം പൂജാം വിതന്വൻ പശു ഷഷ്ടികോടിം വിസൃജൻ ദ്വാദശീവ്രതം വർഷം ദധൗ. അതിനുശേഷം ഈ ഭഗവാനെ പ്രത്യേകമായിട്ടൊരു പൂജാവിധിയോട് കൂടിയിട്ട് സന്തോഷിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ അംബരീഷ രാജാവ് യമുനയുടെ തീരത്തിലുള്ള മധുവനത്തിൽ വെച്ച് ഭഗവാനെ വളരെ ശുദ്ധ മനസ്കനോട് കൂടിയിട്ട് പത്നിയോടൊപ്പം ബ്രാഹ്മണർക്ക് ധാരാളമായിട്ട് പശുദാനത്തെ കൊടുത്തുകൊണ്ട് അതിശ്രേഷ്ഠമായിട്ടുള്ള പൂജാദികളെ കൊടുത്തുകൊണ്ട് 60 കോടി പശുദാനം ചെയ്തു എന്നാണ്. അങ്ങനെ ദ്വാദശി വ്രതത്തെ ഒരു വർഷം നോറ്റു. ദ്വാദശീവ്രതമഥോ ഭവദർച്ചനാർത്ഥം വർഷം ദധൗ മധുവനെ യമുനോപകണ്ഠേ പത്ന്യാസമം സുമനസാ മഹതീം വിതന്നൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശു ഷഷ്ടികോടിം. ഇനി 4ാമത്തെ ശ്ലോകം. തത്രാഥ പാരണദിനെ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വ്രതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ. അഥ അതിനുശേഷം ഭഗവത് അർച്ചനാന്തേ ഭഗവത് പൂജനയുടെ ഒരു അന്തത്തിൽ അവസാനത്തിൽ പാരണദിനം, ഒരു കൊല്ലം കഴിഞ്ഞ സമയത്താണ്. ആ പാരണദിനം തത്ര ദുർവാസ മുനിന, ദുർവാസാവ എന്ന മഹർഷിയാൽ അസ്യ ഭവനം പ്രഭേദേ, ആ ശിബിരത്തിലേക്ക്, ശിബിരം എന്ന് പറയാൻ പറ്റില്ല, അവിടെ ആശ്രമം എന്ന് പറഞ്ഞാൽ മതി. ശിബിരം എന്ന് പറയുമ്പോൾ സൈന്യത്തിൻ്റെ കൂടാരത്തിനാണ് ശിബിരം എന്ന് പറയുക. ഇവിടെ ആശ്രമം, ആ മറ്റേ രാജാവാണെങ്കിലും കൊട്ടാരം എന്ന് പറയാൻ പറ്റില്ല, അവിടെ വസിക്കുന്ന ഒരു സ്ഥലം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ ഏർപ്പാടേ ഉള്ളൂ എന്നർത്ഥം. ആശ്രമത്തിലേക്ക് പ്രഭേദേ, മുനിമാരെ പോലെയാണ്, മഹർഷിമാരെ പോലെയാണ്, രാജർഷിയായിട്ട് അവിടെ ഈ ദുർവാസാവ് മഹർഷി വന്നു. നൃപേണ, ഈ രാജാവിനാൽ ഭോക്തും, രാജാവ് വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഈ ദുർവാസാവ് മഹർഷിയും അവിടെ എത്തി. അപ്പോൾ വലിയ വലിയ മഹർഷിമാർ വരുമ്പോൾ അവരുടേതായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അത് ഈ ഭക്തന് അനുഭവിക്കാനുള്ള ചില യോഗവും ഉണ്ടാവും. അതുവഴി യശസ്സും കിട്ടും, പിന്നെ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെച്ചാൽ അത് മുഴുവനായിട്ട് തീരുകയും ചെയ്യും. കർമ്മബാക്കി മുഴുവൻ തീരും. അതാണ് ഇവിടെ ഇപ്പോൾ ദുർവാസാവ് ശപിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കൃത്യം ഉണ്ടാക്കിക്കൊണ്ട് ദ്രോഹിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊന്നും അംബരീഷനെ സംബന്ധിച്ച് വിഷയമായില്ല. പക്ഷേ അംബരീഷൻ അതോട് കൂടിയിട്ട് ഈ വ്രതത്തിന് ശേഷം പിന്നെ കൊട്ടാരത്തിലേക്ക് പോകലോ രാജ്യം ഭരിക്കലോ ഉണ്ടായില്ല. നേരിട്ട് മുക്തി ആണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ സാരം എന്താ? അംബരീഷൻ അവിടെ വന്നത് സതുദ്ദേശ്യമാണ് എന്ന് സാരം. നമുക്ക് തോന്നും ഈ അംബരീഷനെ ദുർവാസാവ് ഇപ്രകാരത്തിൽ ബുദ്ധിമുട്ടിച്ചത് ദുർവാസാവിൻ്റെ ഈ പരാർത്ഥി ശീലത്വം കൊണ്ടാണോ, അന്യനെ ദുഃഖിപ്പിക്കുക എന്നൊരു ശീലമുണ്ടായത് കൊണ്ടാണോ എന്ന്. ഒട്ടൂല. അംബരീഷന് ഈ ഒരു കൊല്ലത്തെ വ്രതം കൊണ്ട് മുക്തി കിട്ടാൻ അർഹതയായി. അത് 4 ആൾ അറിയണം. അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടത് ദുർവാസാവ് മഹർഷിയാണ്. വന്നത് എത്രത്തോളം ക്ഷമയുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ഷമാ പരീക്ഷണമാണ് ആഹാരം കഴിക്കാതെ കണ്ട് ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ളതായിട്ടുള്ള വിഷമവും തോന്നിയില്ല അംബരീഷന് ദുർവാസാവിനോട്. ദുർവാസാവ് അതിനെ അംഗീകരിച്ചു. ദുർവാസാവിന്
എവിടെ പോയിട്ടും രക്ഷ കിട്ടിയില്ല എന്നതാണ്. കൃത്യയെ ഉണ്ടാക്കിയത് ദുർവാസാവാണ്. കൃത്യയെ ഭസ്മമാക്കിയത് സുദർശന ചക്രമാണ്. ഓടിയത് ദുർവാസാവാണ്. അഷ്ടദിക്പാലകന്മാരുടെ അവിടെയും ത്രിമൂർത്തികളുടെ അവിടെയും ചെന്നിട്ടും ശരണം കിട്ടിയില്ല എന്ന് ദുർവാസാവ് മഹാവിഷ്ണുവിൽ നിന്നും അതിൻ്റെ കാരണത്തെ മനസ്സിലാക്കി. അഹം ഭക്തപരാധീന. മാത്രമല്ല, വിദ്യ എന്നുള്ളത് വിനയമുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. വിദ്യ വിനയസമ്പന്ന. ഇത് രണ്ടും ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ആവശ്യം പറഞ്ഞത്, അങ്ങ് രക്ഷപ്പെടണമെങ്കിൽ അങ്ങ് ആരെയാണോ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചത്, ഭക്തദ്രോഹം എനിക്ക് ഇഷ്ടമല്ല എന്ന് അറിയില്ലേ? എനിക്കല്ല കേട്ടോ, ആർക്കും ഇഷ്ടമല്ല എന്ന് അറിയില്ലേ? ആ ഭക്തൻ്റെ തന്നെ കാല് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ദുർവാസാവിന് ഏതെങ്കിലും തരത്തിൽ വിഷമമുണ്ടായോ ആരോടെങ്കിലും? ത്രിമൂർത്തികളോടോ അഷ്ടദിക്പാലകന്മാരോടോ വിഷമമുണ്ടായോ? നീരസമുണ്ടായോ? അംബരീഷനോട് നീരസമുണ്ടായോ? ഇല്ല. അവിടെ വന്ന് അംബരീഷനെ നമസ്കരിക്കുകയാണ്, സാഷ്ടാംഗം നമസ്കരിക്കുക. അംബരീഷൻ പറഞ്ഞു, ഞാൻ അങ്ങയെ അല്ലേ നമസ്കരിക്കേണ്ടത്, അങ്ങ് എന്താ ഇങ്ങനെ ചെയ്യണത്? അപ്പോഴും ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. അതിനെയും സ്വീകരിച്ചു. അത് കഴിഞ്ഞ് നന്നായിട്ട് തന്നെ ഊണ് കഴിപ്പിച്ചു. ഊണ് കഴിച്ച് പാരണ വീടി വ്രതത്തിൻ്റെതായിട്ടുള്ള എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അതൊക്കെ ഭഗവാൻ അവിടെ പ്രത്യക്ഷമാവാതെ കണ്ട് തന്നെ മുനിയിൽ നിന്നും നേടി. ഈ മുനി ചെയ്ത തപസ്സിൻ്റെ ഫലം മുഴുവനെ, അനവധി തപസ്സിൻ്റെ ഫലമുണ്ട് ദുർവാസാവിനെ, ശങ്കരാംശ. അത് മുഴുവൻ അംബരീഷന് കൊടുത്തു. അതുമാത്രമല്ല ചെയ്തതേ, അംബരീഷനെ പോലെ ക്ഷമയോട് കൂടിയിട്ട് സഹനശക്തിയോട് കൂടിയിട്ട് ഭഗവത് ഭക്തി മാത്രം സദാസമയത്തും കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ഭക്തന്മാർ വളരെ കുറവാണ്. ഇങ്ങനെ ഒരു ഭക്തനെ ഇനി കാണില്ല എന്ന് എല്ലാ ദിക്കിലും പാടി നടന്നു ദുർവാസാവ്. ദുർവാസാവിൻ്റെ കൃത്യയെ നശിപ്പിച്ചതിന് ശേഷം ഈ സുദർശന ചക്രം ദുർവാസാവിൻ്റെ പിന്നാലെ ഓടിയപ്പോഴാണ് എല്ലാ ദിക്കിലും പോയത്. അഷ്ടദിക്പാലകന്മാരുടെ അവിടേക്കും ത്രിമൂർത്തികളുടെ അവിടേക്കും പോയത്. തിരിച്ചു വരുമ്പോഴും ഈ സുദർശന ചക്രം തീഗോളം പോലെ പിന്നാലെയുണ്ട്. ഭഗവാന്റെ പരീക്ഷണങ്ങളാണ്. അംബരീഷൻ ഈ ഭക്തന്റെ അല്ലെങ്കിൽ ഈ മഹർഷിയുടെ ചൂടിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഇതുവരെയുള്ള എല്ലാ പ്രവൃത്തികളും അതിൻ്റെ ഫലങ്ങളും, എനിക്ക് എന്തൊക്കെ പുണ്യമുണ്ടോ അത് മുഴുവൻ ഞാൻ തരാം, അതുകൊണ്ട് ഈ ദുർവാസാവിനെ ചൂട് ഇങ്ങനെ ചൂടാക്കുകയാണല്ലോ, ആ ചൂടിൽ നിന്ന് താപത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ സുദർശന ചക്രം പിന്മാറിയില്ല. പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളിലും ഭഗവാൻ പ്രീതനായിട്ടുണ്ട് എങ്കിൽ ഈ സുദർശന ചക്രത്തിൻ്റെ ചൂട് ദുർവാസാവിന് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുദർശനം പിൻവാങ്ങി. സുദർശനം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പൂർത്തീകരണം നടന്നു എന്ന് സാരം. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ ഭഗവത് പ്രീതി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത് പ്രീത്യർത്ഥം. ആദ്യത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞു, രണ്ടാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് ഉന്മുഖമാക്കിയിട്ടാണ് അംബരീഷൻ ഭജനം ചെയ്തേർന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ ഒരു അനുഗ്രഹം, ഒരു വരം വേറെന്താ കൊടുക്കാനുള്ളത്? ആ കഥയാണ് ഇവിടെ പറയണത്. തത്രാഥ പാരണദിനേ ഭവത് അർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വ്രതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ. അഥ ഭവത് അർച്ചനാന്തേ പാരണദിനേ തത്ര. ഈ ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള ഈ പൂജാവിധാനത്തിൻ്റെ അവസാനത്തിൽ പാരണ ദിവസം ഒരു കൊല്ലം ദീക്ഷിച്ചു. ആ ഒരു കൊല്ലത്തിൻ്റെ ഒടുക്കത്തെ ഏകാശി കഴിഞ്ഞ് ദ്വാദശി പാരണ വീഴുന്ന സമയത്ത് തത്ര അവിടെ ദുർവാസ മുനിന, ഈ ദുർവാസാവ് എന്ന മഹർഷിയാൽ അസ്യ ഭവനം പ്രഭേദേ, അംബരീഷന്റെ ആ ഗൃഹത്തിലേക്ക് വന്നതായിട്ടുള്ള
ആ ദുർവാസാവ് മഹർഷിയെ നൃപേണ ഈ അംബരീഷ രാജാവിനാൽ ഭോക്തും നന്നായിട്ട് തന്നെ ഊണ് കഴിപ്പിക്കുവാൻ വൃതഹ വരിക്കപ്പെട്ടവനായിട്ടുള്ള വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞുള്ള കുളിച്ചു വരൂ എന്ന് പറഞ്ഞപ്പോൾ പരാർത്ഥ്യശീല അന്യർക്ക് ദുഃഖമുണ്ടാക്കുക എന്ന ശീലക്കാരനായിട്ടുള്ള ആ സച ദുർവാസാവാകട്ടെ നിയമാൻ ഉച്ചയ്ക്കുള്ള മാധ്യന്തിന ഉപസ്ഥാനാദികളെ ചെയ്യാനായിട്ട് യമുനാ തീരത്തിൽ വിധാസ്യൻ അങ്ങോട്ട് പോയി അത് ചെയ്യാനായിട്ട് യമുന മന്ദം ജഗാമ എന്നിട്ടോ പതുക്കെ എത്തി യമുനയിലേക്ക് പതുക്കെ പോയി എന്ന് സാരം. അവിടെ ചെന്നിട്ടും പതുക്കെയാണ് കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഈ ദുർവാസാവിൻ്റെ 10,000 ശിഷ്യന്മാരും ഒരേപോലെ വളരെ സാവകാശത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയാണ്. തത്ര അഥ പാരണദിനെ ഭവത് അർച്ചന അന്തേ ദുർവാസസ അസ്യ മുനിന ഭവനം പ്രഭേദേ ഭോക്തും വൃതശ്ച സ നൃപേണ പരാർത്ഥശീല മന്ദം ജഗാമ യമുന നിയമാൻ വിധാസ്യൻ എന്ന് പദച്ഛേദം. അഥ ഭവദർശനാന്തേ പാരണദിനെ തത്ര ദുർവാസാ മുനിന അസ്യ ഭവനം പ്രഭേദേ നൃപേണ ഭോക്തും വൃതഃ പരാർത്ഥശീല സഹ ച നിയമാൻ വിധാസ്യൻ യമുന മന്ദം ജഗാമ. ഈ ഭഗവാന്റെ പൂജയുടെ അവസാന ദിവസത്തിൽ ആ ദുർവാസാവ് വന്നു കഴിഞ്ഞപ്പോൾ വരൂ ഊണ് കഴിക്കാം, പാരണ അങ്ങയുടെയും കൂടി ഊണ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാരണ വിടാൻ എന്ന് പറഞ്ഞപ്പോൾ അന്യർക്ക് ദുഃഖം ഉണ്ടാക്കണ ഒരു സ്വഭാവമുള്ള ദുർവാസാവ് യമുനയിലേക്ക് കുളിക്കാൻ പോയി. ഇങ്ങനെ പറഞ്ഞു. മെല്ലെയാണ് പോയത്, സാവകാശത്തിലാണ് പോയത് എന്നും പറഞ്ഞു. തത്രാഥ പാരണദിനെ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രഭേദേ ഭോക്തും വൃതശ്ച സനൃപേണ പരാർത്ഥശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ. രാജ്ഞാഥ പാരണമുഹൂർത്ത സമാപ്തി ഖേദാദ്വാരൈവ പാരണം അകാരി ഭവൽപരേണ പ്രാപ്തോ മുനിസ്തദഥ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ക്രുധാൽ ധൃതജടോ വിതതാനകൃത്യാം. അഥ ഭവൽപരേണ അതിനുശേഷം ഭഗവത് ഭക്തനായിട്ടുള്ള രാജ്ഞ ഈ അംബരീഷ രാജാവിനാൽ പാരണമുഹൂർത്ത സമാപ്തി ഖേദാത്. അപ്പോൾ പാരണയ്ക്ക് ഇങ്ങനെ വൈകുക, പാരണ സമയം കഴിയുമോ എന്നുള്ള ചെറിയൊരു ഭയം. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു കൊല്ലത്തെ ഈ ഗായത്രി ഏകാദശി നോറ്റത് ദ്വാദശി നോറ്റത് അത് വ്രതം പൂർത്തിയാവില്ല, അപ്പോൾ ഫലം കിട്ടില്ല. അത് ഭഗവാന് സന്തോഷമാവൂല. ഭഗവാന് സന്തോഷം വേണം, അത്രയേ വേണ്ടൂ. തനിക്ക് ഗുണിക്കാനല്ല, ഭഗവാന് സന്തോഷമാവണം. അപ്പോൾ ഇതിനൊരു നിയമം ഉണ്ടല്ലോ, ആ നിയമം തെറ്റും. വാരായവ അപ്പോൾ വെള്ളം കൊണ്ട് മാത്രം പാരണം അകാരി അഭക്ഷ എന്നാണ്. അപ്പ് ഭക്ഷ, അപ്പ് എന്നുള്ളത് വെള്ളം, ഭക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക. അപ്പോൾ വാരായേവ പാരണം അകാരി വെള്ളം കൊണ്ട് മാത്രം പാരണം ചെയ്തു. എന്താണ്? തുളസി തീർത്ഥം 2 തുള്ളി തുളസി തീർത്ഥം സേവിച്ചു എന്നാണ്. തൊണ്ടയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ വയറ്റിലേക്ക് എത്തില്ല, അത്രയും ആണ് കഴിച്ചത്. പാരണ വീടുമ്പോൾ അങ്ങനെയാണ്. 2 തുള്ളി തുളസി തീർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കഴിച്ചോ ചോദിച്ചാൽ കഴിച്ചു, ഭക്ഷണം കഴിച്ചോ പാരണ വീടി ചോദിച്ചാൽ പാരണ വീടി. പക്ഷേ അത് കുറ്റമായിട്ട് വരില്ല, ഭക്ഷണം കഴിച്ചു എന്നുള്ള കുറ്റം വരില്ല. അങ്ങനെ വാരായേവ പാരണം അകാരി അഥ പ്രാപ്ത. ആ സമയത്ത് ഈ ദുർവാസാവ് പ്രാപ്ത എത്തിച്ചേർന്നു. തത് ദിവ്യദൃശ ഈ കാര്യം ദിവ്യദൃഷ്ടി കൊണ്ട് ജാനൻ ദുർവാസാവ് അറിഞ്ഞു. മുനി ക്ഷിപ്യൻ ആ സമയത്ത് മുനി നിന്ദിക്കുന്നവനായിട്ട് ക്രുധ വളരെയധികം കോപിച്ചിട്ട് ഉദ്ധൃത ജഡ പറിച്ചെടുത്ത് കൃത്യാം വിതതാന ഒരു കൃത്യയെ ഉണ്ടാക്കി. അഥ ഭവൽപരേണ രാജ്ഞ പാരണമുഹൂർത്ത സമാപ്തിഖേദാത് വാരായേവ പാരണം അകാരി അഥ പ്രാപ്ത തത് ദിവ്യദൃശ ജാനൻ മുനി ക്ഷിപ്യൻ ക്രുധ ഉദ്ധൃതജട കൃത്യാം വിതതാന. ഈ സമയത്ത് ഭഗവത് ഭക്തനായിട്ടുള്ള രാജാവിനാൽ പാരണ സമയം കഴിയോ എന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായി. അതുകൊണ്ട് മുനിമാരും ഗുരുക്കന്മാരും എല്ലാവരോടും ചോദിച്ച് ബ്രാഹ്മണരോട് അനുവാദം വാങ്ങിയിട്ട് വെള്ളം മാത്രം തുളസി തീർത്ഥം മാത്രം കഴിച്ചു, പാരണ വീടുകയും ചെയ്തു. എന്നാൽ ആഹാരം കഴിച്ചതുമില്ല. ഇങ്ങനെ ഉപവാസം കഴിഞ്ഞു എന്നുള്ള ഒരു ധാരണയിൽ. എന്നാൽ മറ്റ് കർമ്മങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്, കർമ്മങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ ദുർവാസാവ്
കാര്യം മനസ്സിലാക്കിയത് വന്നു കഴിഞ്ഞപ്പോൾ ദിവ്യദൃഷ്ടി കൊണ്ട് പാരണപീഠി എന്ന് മനസ്സിലായപ്പോൾ ദുർവാസാവിന് കുറച്ചൊരു ശുണ്ഠി വന്നു. ഈ അംബരീഷ മഹാരാജാവിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കോപിച്ചുകൊണ്ട് ജട പറിച്ചെടുത്തുകൊണ്ട് ഒരു പിശാചിയെ സൃഷ്ടിച്ചു, ഒരു കൃത്യയെ സൃഷ്ടിച്ചു. രാജ്ഞ അഥ പാരണമുഹൂർത്ത സമാപ്തിഖേദാത് ദ്വാരൈവ പാരണം അകാരി രാജ്ഞ അഥ പാരണമുഹൂർത്ത സമാപ്തിഖേദാത് വാര ഏവ പാരണം അകാരി ഭവത് പരേണ പ്രാപ്തഃ മുനിഃ തത് അഥ ദിവ്യദൃശ വിജാനൻ ക്ഷിപ്യൻ കൃതാത് ധൃതജഡഃ വിദധാന കൃത്യാം എന്ന് പദച്ഛേദം. രാജ്ഞാഥ പാരണമുഹൂർത്ത സമാപ്തിഖേദാത് വാരൈവ പാരണമകാരി ഭവൽപരേണ പ്രാപ്തോ മുനിസ്തദഥ ദിവ്യദൃശ വിജാനൻ ക്ഷിപ്യൻ കൃതാത് ധൃതജഡോ വിദധാന കൃത്യാം. ഇങ്ങനെ 5ാമത്തെ ശ്ലോകം വായിച്ചു. ഇനി 6ാമത്തെ ശ്ലോകം നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.